ആലപ്പുഴ ചേർത്തലയിലെ 4 സ്ത്രീകളുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വസ്തുക്കൾ ഇന്ന് ശാസ്ത്രീയ പരിശോധനകൾക്കായി അയക്കും. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് ഇന്നലെ പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിലും സുഹൃത്ത് റോസമ്മ, കാണാതായി ബിന്ദു പത്മനാഭൻ എന്നിവരുടെ വീടുകളിലും ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു. ഇന്ന് കസ്റ്റഡി കാലാവധി തീരുന്നതിനാൽ സെബാസ്റ്റ്യനെ കോട്ടയം ക്രൈംബ്രാഞ്ച് കൂടുതൽ ചോദ്യം ചെയ്യും. ഷൈജു വിശദാംശങ്ങൾ നൽകും. ഷൈജു, ഗുഡ് മോർണിംഗ്. ഷൈജു, നമ്മളൊരിക്കലും അപ്രതീക്ഷിതമായി നമ്മെ തേടിയെത്തിയ ഒരു ഞെട്ടലുളവാക്കുന്ന വാർത്തയായിരുന്നു ഈ ചേർത്തലയിലെ പള്ളിപ്പുറത്തെ ഈ കൂട്ട തിരോധാന കേസും. അത് ചെയ്തതെല്ലാം ഒറ്റ ഒരാളാണോ എന്ന സംശയമുയർന്നതും, ചേർത്തലയിൽ മറ്റൊരു ധർമ്മസ്ഥലയാവുകയാണോ എന്ന വലിയ ആശങ്കയുണ്ടാക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടായ ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ ഈ കാണാതായ ചേർത്തലയിൽ കഴിഞ്ഞ 16 വർഷങ്ങൾക്കിടെ കാണാതായ 4-5 പേർ, അവരുമായി ഈ സെബാസ്റ്റ്യന് നേരിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇവരുടെ എന്തെങ്കിലും ശേഷിപ്പുകൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരുന്നത്. അത് ഇതുവരെ എങ്ങനെയായിരുന്നു അതിൻ്റെ പുരോഗതി? ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്? എത്ര പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലേക്ക് ഇതുവരെ ക്രൈംബ്രാഞ്ചിന് എത്താൻ സാധിച്ചിട്ടുണ്ട്? ഇദ്ദേഹം പൂർണ്ണമായും ഈ ചോദ്യം ചെയ്യലുമായും നടപടികളുമായൊക്കെ സഹകരിക്കുന്നുണ്ടോ ഷൈജു? സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. ഈ കേസ് 2 സംഘമാണ് നിലവിൽ അന്വേഷിക്കുന്നത്. ഒന്ന്, ഈ ജൈനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ചാണ്. കാരണം ജൈനമ്മ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനിയാണ്. മറ്റ് കേസുകൾ, അതായത് ഈ ബിന്ദു പത്മനാഭൻ, സിന്ധു, ആയിഷ, ഈ തിരോധാന കേസുകൾ അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ്. ഇവർ ചേർത്തല സ്വദേശിനികളാണ്. അപ്പോൾ ഈ 2 സംഘങ്ങൾ നടത്തുന്ന പരിശോധനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടന്നത്. അതിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇന്നലെ നടത്തിയ പരിശോധന കുറച്ചുകൂടി ശാസ്ത്രീയ പരിശോധനയായിരുന്നു. ഈ റഡാർ ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ അസ്ഥികൂടമുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്ന ഒരു പരിശോധന നടത്തി. അതുവഴി കണ്ടെത്തപ്പെട്ട സ്ഥലങ്ങൾ കുഴിച്ച് പരിശോധിക്കുകയാണ് ചെയ്തത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശോധനയിൽ കാര്യമായ ഒന്നും കിട്ടിയില്ല. ചില അസ്ഥിക്ക് സമാനമായ ചില കാര്യങ്ങൾ മാത്രമാണ് ലഭിച്ചത്. വീടിനകത്ത് കത്തിക്കരിഞ്ഞ ചില കാര്യങ്ങൾ ലഭിച്ചു. വാച്ചിൻ്റെ സ്ട്രാപ്പ് അടക്കം ലഭിച്ചു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇതെല്ലാം ശാസ്ത്രീയ പരിശോധനയിൽ കാണണം. പക്ഷേ വൈകുന്നേരം റോസമ്മയുടെ വീട്ടിൽ, അതായത് ഈ കേസിൽ പോലീസ് സംശയിക്കുന്ന, സെബാസ്റ്റ്യനെ സഹായിച്ചു എന്ന് സംശയിക്കുന്ന സുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ കോഴി ഫാം ഇന്നലെ തുറന്ന് ഈ റഡാർ ഉപയോഗിച്ച് പരിശോധിച്ചിരുന്നു. അതിനുശേഷം ബിന്ദു പത്മനാഭൻ്റെ വീടും പരിശോധിച്ചിരുന്നു. ഈ പരിശോധനകളിലൊന്നും കാര്യമായ ഒന്നും ലഭ്യമായില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ലഭിച്ച വസ്തുക്കൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുക, കിട്ടിയ തെളിവുകൾ വെച്ചുകൊണ്ട് ചില നിഗമനങ്ങളിൽ എത്തുക എന്ന അന്വേഷണ സംഘത്തിൻ്റെ കൂടിയാലോചനകളായിരിക്കും ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഇന്ന് നടക്കുക. ഇന്ന് പരിശോധനകളൊന്നും ഉണ്ടാവില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഏതർത്ഥത്തിലാണ് ഇന്ന് അവരുടെ നീക്കം എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് അവർ യോഗം ചേർന്ന് ഇതിലൊരു കൂടിയാലോചന നടത്തും. കോട്ടയത്ത് അതേസമയം ഇന്ന് ഈ സെബാസ്റ്റ്യൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത് കൊണ്ട് പരമാവധി ചോദ്യം ചെയ്യുക, ഇതുവരെ ലഭിച്ച തെളിവുകൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും തയ്യാറാക്കി അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. അത് കോട്ടയം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് അത് നടക്കുക. അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യനുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു പട്ടിക തയ്യാറാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് തിരിച്ച് കോടതിയിൽ എത്തിച്ച് പ്രൊഡക്ഷൻ വാറണ്ട് അനുസരിച്ചും കൊണ്ടുപോകുന്ന സെബാസ്റ്റ്യനെ വീണ്ടും ഈ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങുമോ എന്നതാണ് അറിയേണ്ടത്. ഏതായാലും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഒരുപക്ഷെ കസ്റ്റഡിയിൽ ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 3 തിരോധാന കേസുകൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൻ്റെ പക്കലാണുള്ളത്. അവരാണ് അത് അന്വേഷിക്കുന്നത്. ആ കാര്യത്തിന് വേണ്ടിയിട്ട് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഒരുപക്ഷെ കസ്റ്റഡി ചോദിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ കോട്ടയം ക്രൈംബ്രാഞ്ചും ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും സെബാസ്റ്റ്യനെ നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഭൂമിക്കടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കുഴിച്ചിട്ട അവശിഷ്ടങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുക,